ആഗോളതലത്തിൽ വിപണനം ചെയ്യപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മൂന്നിലൊന്നും കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ആഗോള എണ്ണവില കുതിച്ചുയരാനും വൻ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും. ഈ സാഹചര്യം മുൻനിർത്തിയാണ് ട്രംപ് തന്റെ പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു എസ്കോർട്ട് സിസ്റ്റം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് ഓരോ രാജ്യവും തങ്ങളുടെ ചരക്ക് കപ്പലുകളെ അകമ്പടി സേവിക്കാൻ യുദ്ധക്കപ്പലുകളെ നിയോഗിക്കണം. അമേരിക്കയ്ക്ക് മാത്രം എല്ലാവരുടെയും കാവൽക്കാരാകാൻ കഴിയില്ലെന്നും ഈ സുരക്ഷാ ചെലവ് മറ്റ് രാജ്യങ്ങൾ കൂടി പങ്കിടണമെന്നുമാണ് ട്രംപിന്റെ വാദം. ട്രംപിന്റെ ഈ ആഹ്വാനത്തിന് ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം അത്ര ആവേശകരമല്ല എന്നതാണ് വസ്തുത. പ്രധാന സഖ്യകക്ഷികളിൽ നിന്ന് പോലും വളരെ തണുപ്പൻ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ സൈന്യത്തെ അയക്കുന്ന കാര്യത്തിൽ ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ല. ഇതിന് ചില പ്രധാന കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഇറാനുമായി നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാൻ പല രാജ്യങ്ങൾക്കും താല്പര്യമില്ല. രണ്ടാമതായി, നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട്. അമേരിക്കയുടെ കർക്കശമായ നിലപാട് മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് പല നയതന്ത്രജ്ഞരും ആശങ്കപ്പെടുന്നുണ്ട്. കൂടാതെ സ്വന്തം നാവികസേനയെ ഇത്ര ദൂരത്തേക്ക് അയക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും ചില രാജ്യങ്ങൾ കരുതുന്നു. ട്രംപിന്റെ ഈ നിർദ്ദേശത്തോട് ശക്തമായി എതിർപ്പറിയിച്ചിരിക്കുന്നത് ജർമ്മനിയാണ്. ഇറാനുമേൽ അമേരിക്ക പ്രയോഗിക്കുന്ന പരമാവധി സമ്മർദ്ദം എന്ന നയത്തോടുള്ള വിയോജിപ്പ് കാരണം മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കുന്ന ഒരു സൈനിക നീക്കത്തിലും പങ്കാളിയാകാൻ താല്പര്യമില്ലെന്ന് ജർമ്മനി വ്യക്തമാക്കിയിട്ടുണ്ട്.